ഇപ്പോൾ ഇന്ന് വെണ്ടയുടെ വിളവെടുപ്പ് ആരംഭിക്കുക. വെണ്ട കുടലിക്ക് മുമ്പുള്ള തിരക്കിലാണ്. ഇതേ പൊട്ടിക്കാൻ പോകണം. ഇതിന്മേ ഒരു കള്ളത്തുറ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു മായോ മന്ത്രമോ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളിത് കാണാതെ ഉണ്ടാതെ പൊട്ടിച്ച് പോകണ്ട. എന്താ ചീരൊക്കെ വേണ്ട? ചീര അതെ എന്താ സുഹൃത്തുക്കളെ, ചീര ഉണ്ട് അതെ. അതിൻ്റെ ഇടയിൽ ചീര ഉണ്ട. ഇപ്പം നിൽക്കുന്നത് ഒരു വെണ്ടത്തോട്ടത്തിലാണ് സുഹൃത്തുക്കളെ. പൊള്ളുന്ന വെയിലത്തും ചൂട് ഒരു പ്രശ്നമേ അല്ല എന്നെ സംബന്ധിച്ച്. ഇതേ കണ്ട 3, 4, 5 പൊട്ടിക്കണം കണ്ടാട്ടാ. വലിയ പ്രതികർക്കുക. ഇതിൻ്റെ ഉള്ളിൽ സുഹൃത്തുക്കളെ ഇത് നിങ്ങൾ വിശദമായിട്ട് കാണണം, മനസ്സിലാക്കണം. ഉണ്ടായി കിടക്കുന്നത് ഇത് പൊട്ടിക്കുന്നത്. ഇത് കേട്ടാ എന്താ പവം പോലത്തെ വെണ്ടക്കായ ഉണ്ട്. എന്താ വെറുതെ തിന്നു നോക്കുക, എൻ്റെ രുചി അറിയാൻ. ചീരണ്ട അതെ, ചീരൊക്കെ വേണ്ട. ഇപ്പോൾ കൊടകരക്കുള്ളതാണ്. ഇവിടെ ആവശ്യക്കാരന് ഇവിടെ കൊടുക്കൂട്ടാ. കണ്ട പയറ് വിളവെടുപ്പ് കഴിഞ്ഞു. ഇപ്പോൾ വെണ്ടക്കായ പൊട്ടിക്കണത് ഇന്ന് കൊടകരക്ക് കൊണ്ടുപോകാനുള്ളതാണ്. വേറെ പണികൾ ഉണ്ടായതുകൊണ്ട് ഇത്തിരി നേരം വൈകി. കണ്ട വേറെ കണ്ട എന്താ ഉണ്ടോ? ചീര ഉണ്ടോ സുഹൃത്തുക്കളെ? ചീര പൊട്ടിക്കാൻ നിങ്ങൾ കാണാ. എന്താ അത് മിണ്ടായി കിടക്കുന്നത് കാണാ. കണ്ടേ മിണ്ടായി കിടക്കുന്ന വെള്ളരി ഉണ്ട്. അതേ എന്താ എന്താ അല്ല ഓരോ ഞെട്ടിയുമ്പോഴും കണ്ടാ 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 പഴുക്കണുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്യാത്തത്, നിങ്ങൾ കാട്ടി തരാത്ത. അതുകൊണ്ടാണ് കണ്ടാ കുട്ടിക്കുന്ന കണ്ട സുഹൃത്തുക്കളെ. അതാണ് നിങ്ങളോട് പറഞ്ഞതിൻ്റെ കാരണം. ഒരു കൃഷി 3, 4 വിളയാനെടുക്കും. ഒരു കൃഷിയുമേ 4 സൈസ് വിള. കണ്ടാ കണ്ടാ വെള്ളരിക്കുന്നതായിട്ട് കണ്ട. ഒന്നും കൂടി കാണാൻ നിങ്ങൾ കണ്ടാ കണ്ടാ ഒരു ഞെട്ടിയുമുണ്ടായി കിടക്കണത് കാണണേ. കണ്ടാ കണ്ടാ ഇപ്പുറത്ത് കണ്ടാ വെറുതെ പറഞ്ഞ് പോണതല്ല. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ വേറൊരു ദിവസം കണ്ടാ പൊട്ടിക്കണണ്ട. വേറൊരു ദിവസം ഇതിൻ്റെ വീഡിയോ നിങ്ങളെ കാട്ടിത്തരുന്നതായിരിക്കും. അതുകൊണ്ട് പഴുക്കാൻ വേണ്ടി നിർത്തിയേക്കണം. പഴുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വിളവെടുപ്പ് കാണാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കിടക്ക് കിടക്കണ്ട. നിങ്ങളെ കാട്ടണല്ലയാ. കണ്ടാ 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 എന്താ സുഹൃത്തുക്കളെ? കണ്ടാ കണ്ടാ അതിൻ്റെ ഇടയിൽ വേറെ പണി. കണ്ട എനിക്ക് കൊയ്ത്തോത്സവമാണ് സുഹൃത്തുക്കളെ. കൊയ്ത്തോത്സവം നിങ്ങളിവിടെ വന്ന് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കർഷകനല്ല ഞാൻ. വെറുതെ പറഞ്ഞ് നേരം പോക്കിന് വേണ്ടി പോകുന്നതും ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പണിയല്ല. കണ്ടാ എന്താ ഉണ്ടായി കിടക്കണണ്ട. അത് കാട്ടാത്തത് വെച്ചാൽ ഒന്നും കൂടി പഴുക്കാൻ വേണ്ടിയാണ്. കണ്ടാ എന്താ പൊട്ടിക്കണണ്ട. കണ്ട ഓരോ കടയുമ്പോൾ നിങ്ങൾ കാട്ടുന്നത് കാണുക. ഇത് പൊട്ടിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടാ സൂക്ഷിച്ച് പോകണം. കണ്ടാ അടിയിലും മുകളിലും സൂക്ഷിക്കണം. കണ്ടാ ഓരോ കടകളിലും കണ്ടാ കണ്ടാ
പൊട്ടിക്കുന്നത് കണ്ടാ നീ ഇതാ. ഇന്നത്തെ വിളവെടുപ്പ് കൊടകരയിലേക്ക് നേരല്ല സുഹൃത്തുക്കളെ, വേറെ കുറവുണ്ട്, എന്നാലും പൊട്ടിക്കുന്നത് കണ്ടാ സുഹൃത്തുക്കളെ. ഞാൻ ചവിട്ടുന്നത് വെള്ളരിയുമ്പളാ. പക്ഷെ അതെന്താ കാട്ടാത്തേന്ന് വെച്ചാൽ അത് പഴുക്കാൻ വേണ്ടി നിർത്തിക്കുക. പഴുത്തിട്ട് വിശദമായിട്ട് കാട്ടിത്തരാന്നാണ് കഴിഞ്ഞിട്ടാണ്. പഴുത്തിട്ട് നിറഞ്ഞു കിടക്കണത് നിങ്ങളെ പഴുത്തിട്ട് കാട്ടിത്തരാന്നാണ് കഴിഞ്ഞിട്ടാണ്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടാ. ഇത് കണ്ട, ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. കണ്ട അതൊക്കെ കണ്ടാ, ഇത് കണ്ടാ, ഇത് കണ്ടാ കിടക്കണ്ട അല്ലേ. ഇതുകൊണ്ടൊന്നും ഞാൻ നിങ്ങളെ കാട്ടിയിട്ടൊന്നും അവസാനിപ്പിക്കില്ല, വെറുതെ പറയുന്നതല്ല. അതേ കണ്ട അതൊക്കെ കണ്ടാ സുഹൃത്തുക്കളെ, ചക്ക 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 പോലെ കണ്ടാ കണ്ടാ. ഏ കണ്ട അതൊക്കെ ഇങ്ങോട്ട് നോക്കിയാൽ ഒന്ന് നോക്കിയാൽ കണ്ട, ഏ കണ്ട ആരംഭാവണുള്ളൂ. എന്താ ഉത്സവം വരണുള്ളൂ സുഹൃത്തുക്കളെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്സവം വരണുള്ളൂ. കൊടി ഞാട്ടിയിട്ടുള്ളോ ഉത്സവത്തിൻ്റെ ആ കൊടിയിൽ നിങ്ങൾക്ക് കാണാം. ഇത് വെറുതെ പറയുന്നതല്ല. പകലോളം അന്തിയോളം മണ്ണിൽ മാന്തുന്ന ഒരു കർഷകൻ്റെ കഷ്ടപ്പാടിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, പ്രയാസത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കൊതിയൂറും നാവിൽ രുചിയേറും മധുരം എന്നാണ് പഴഞ്ചൊല്ലി. ഈ വെള്ളരി ടോം ചേട്ടൻ നട്ടപ്പോൾ ഒരു 10-15 ദിവസം മുമ്പ് നട്ടെങ്കിൽ ഇപ്പം നമുക്ക് വിഷുവിന് പറക്കായിരുന്നു അല്ലേ? ഞാൻ വിഷുവിന് വേണ്ടി നട്ടതാ സുഹൃത്തുക്കളെ, വെറുതെ പറയേണ്ടതല്ല. പക്ഷെ എനിക്ക് വിഷുവിൻ്റെ സമയക്കുറവ് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. കണ്ട അധികം ഇതൊക്കെ വിഷുവിന് വേണ്ടി ഞാൻ നട്ടതാ. വേണ്ട ദേ കണ്ട സുഹൃത്തുക്കളെ, കണ്ട നിങ്ങളിത് കാണുക. ദേ കണ്ട ദേ ചെയ്തേക്കണ് കാണുക. എന്നിട്ട് ഇത് കണ്ട അധികം കൊതിയൂറും നാവിൽ കണ്ട. ദേ ഇത് തിന്നെ 2 എണ്ണം കണ്ട അധികം. ഇതാണ് എൻ്റെ ആഹാരം സുഹൃത്തുക്കളെ, ഇതാണ് ഞാൻ കഴിക്കുന്ന ആഹാരം. അല്ലാതെ ഇറച്ചി മീനും അല്ല കേട്ടോ. ഇറച്ചി മീനും മാത്രം തിന്ന് പോകുന്ന ഒരു കർഷകനല്ല ഞാൻ. ഈ പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്ന കണ്ടാ എന്താ ഒക്കെ കാണാം. ഇത് കണ്ട് നിങ്ങൾ പഠിക്കണം, ഇത് കണ്ട് നിങ്ങൾ പഠിക്കണം ഓരോരുത്തരും. കണ്ടാ സുഹൃത്തുക്കളെ, അടിയിലേക്ക് നോക്കിയാൽ കണ്ടാ, അടിയിൽ കണ്ട നീളം കണ്ട ഒന്നേ കണ്ട ഉത്സവം കണ്ട, ഉത്സവം കണ്ട ദേ ഉത്സവം ദേ കണ്ട ഉത്സവം ദേ ഉത്സവം ടോമിക്ക് കണ്ട ദേ കണ്ടാ ദേ കണ്ടാ ദേ ഉത്സവം ഉത്സവം കണ്ടാ ദേ. ഇതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഓരോ ഉണ്ടാ കഴിക്കുക. ഇത് തിന്ന് നോക്കുക, ഭക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ സത്യം മനസ്സിലാവും. പറയുന്നത് ഉള്ളതാണോ തോന്നിയാണോന്ന്. നാടൻ, തനി നാടൻ, അല്ലാതെ പറ്റിക്കുന്ന പരിപാടിയല്ല. കണ്ട കണ്ട ഇതൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരുമ്പോൾ കണ്ട ഇതൊക്കെ കൊണ്ടുപോയി കഴിക്കണം. കണ്ട അതൊക്കെ നേരം പോക്കല്ലാട്ടോ സുഹൃത്തുക്കളെ. കണ്ട അതൊക്കെ നേരം പോക്കല്ലത്. കണ്ട ഇത് കണ്ട നേരം പോക്കല്ല, പാവം പാവം പോലത്തെ വെണ്ടക്കായ കണ്ട പാവൻ പാവൻ കണ്ടാ. സുഹൃത്തുക്കളെ ഇതിലാനെ പോരാ, ഇതിലാനെ പോരാ. വേഗം ചവിട്ടുന്നില്ലേ ചേട്ടാ? ഈ മാതിരി കഷ്ടപ്പെട്ടിട്ട് ഞാൻ വെള്ളരി മേറി ചവിട്ടി. ശരി കണ്ടാ സുഹൃത്തുക്കളെ, കണ്ടാ കണ്ടാ നിങ്ങ കണ്ടാ 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 ഇതൊക്കെ ഇതൊക്കെ കാണാൻ കണ്ട അതൊക്കെ കണ്ടാ കണ്ടാ ദേ
ഇതൊക്കെ കാണുക, അനുഭവിക്കുക. നിങ്ങൾ ഇതുപോലെ കൃഷി ചെയ്യുക. ഇതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. കണ്ടതൊക്കെ ഇതാ ഞാൻ നിങ്ങളെ കാട്ടിത്തരാത്തത് എന്നറിയാൻ വേണ്ടി കിടക്കുക, പഴുക്കാൻ വേണ്ടി. ഇതാ ഇതൊക്കെ നിങ്ങൾ കാണണം. ഇതൊക്കെ കണ്ടതിക്കാൻ ഇതൊക്കെ കാണണം. കൊണ്ടുപോയി ഇത് പരിപ്പിലിട്ട് വെച്ചാൽ, ഇതല്ലടാ പരിപ്പിലിട്ട് വെക്കണ്ടേ, ഇവനല്ലടാ കൊണ്ടുപോകണ്ടേ. കണ്ട പഴുത്ത് കിടക്കണം. ടോം ചേട്ടൻ അന്ന് തന്നില്ലേ എനിക്ക് പറഞ്ഞ വെള്ളരി, അത് വിഷുവിന് ഞാൻ മോര് കറി അടിപൊളി കറിയായിരുന്നു. എന്താ സുഹൃത്തുക്കളെ, അതുകാരണം എനിക്ക് വിഷുവിന് വെള്ളരി മേടിക്കേണ്ടി വന്നില്ല. ഇതൊക്കെ കാണുക. കണി വയ്ക്കാനും തന്നതും അത് കറി വയ്ക്കാനും തന്നില്ലേ. ഇവിടെ ഇടയ്ക്കും പഠിക്കിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ ശരിയാവും. സുഹൃത്തുക്കളെ, ഇപ്പം വന്നേക്കണത് വേറൊരു സ്ഥലത്താണ്. കണ്ട അവിടെ വെള്ളരി കണ്ടു. ഇവിടെ ഇപ്പോൾ ഇതേ കുമ്പളാണ് കാണുന്നത്. കുമ്പളം ഉണ്ട് അടിയിൽ. അവിടെ വെള്ളരി കണ്ടപ്പോൾ ഇവിടെ ഇതേ കുമ്പളം വെണ്ട കണ്ട. ഇത് കുമ്പളണി കിടക്കണം. കണ്ട അതെ കുമ്പളം മറന്നു തുടങ്ങി. വേണ്ട ഞാൻ കാട്ടി തരാം. ഇപ്പം തുടങ്ങി കാട്ടത് ശരിയല്ലോ നമുക്കായിട്ട് കാട്ടാണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, 15 ദിവസം കഴിഞ്ഞാൽ ഉത്സവം വേറെ. ഇതേ കണ്ട മുട്ട് കണ്ട, മുട്ടിൽ കണ്ട, ഇതിലടി കണ്ട, കണ്ട ഇതിലടി കണ്ട. ഇതൊക്കെയാണ് നിങ്ങൾ കണ്ട. കണ്ട മുട്ടിലാണ് കണ്ട. അതേ ഓരോ തലയിലും മുട്ടിലുണ്ടാവണം. അതേ കണ്ട. കണ്ട എന്താന്ന് വെച്ചാൽ കാട്ടി തരാത്ത. ഇതേ കണ്ട. അതേ നിങ്ങളൊക്കെ ഇത് കാണണം. കണ്ട അതേ കണ്ട. എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഞാൻ പറയുന്ന ഓരോ വാക്കുകളും സത്യസന്ധമായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയില്ല. കണ്ട അപ്പുറത്തേക്ക് നോക്കിയാൽ നിങ്ങൾ. ഇതിൻ്റെ വെയിലിൻ്റെ ചൂട് കൊണ്ട് കുറച്ച് നരയ്ക്കലുണ്ട്. അത് കുരുവിൻ്റെ കുഴപ്പമല്ല, മണ്ണിൻ്റെ കുഴപ്പമല്ല, അത് ക്ലൈമറ്റിൻ്റെയാണ്. ഇതുണ്ട ഇതൊക്കെ കാണാതെ. അവിടെ നമ്മൾ വെള്ളരിയ കണ്ടേ. ഇവിടെ കാണുന്നത് എന്തൊക്കെയാ? ഇതുണ്ടായി കിടന്നിട്ട് വേണം നിങ്ങളെ കാട്ടിത്തരാൻ വിശദമായിട്ട്. കണ്ട അതെ സുഹൃത്തുക്കളെ, വെറുതെ പറഞ്ഞ് പോണതല്ല. ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. തുടങ്ങിയിട്ടുള്ളൂ ഞാൻ. വടിയും കോലായിട്ട് ഞാൻ തുടങ്ങിയിട്ടുള്ള പണിയേ തുടങ്ങിയിട്ടുള്ള സുഹൃത്തുക്കളെ. കണ്ട നിങ്ങൾ, വെറുതെ പറഞ്ഞ് പോണ കൃഷിക്കാരനല്ല ഞാൻ. കണ്ട മുട്ടിലുണ്ടായി കിടക്കണേ. കണ്ട ഉണ്ടാവണേ. ഒരു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ നീ കണ്ട എനിക്ക് മുറിഞ്ഞു പോകുന്നുണ്ട. അവനല്ലടാ കണ്ട, ഇവനല്ലടാ തിന്നണ്ട. എൻ്റെ ആഹാരം തന്നെ സുഹൃത്തുക്കളെ, എൻ്റെ ആഹാരം കണ്ട. ഇത് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യം ഉണ്ടാവുന്നത് 100% ഗ്യാരണ്ടി ആയിരുന്നു. ഒരു കൃത്യമൂല്ല. കണ്ട ഇവിടെ നീ ഒരു കൃത്യവും ഇതിൻ്റെ അടുത്ത് ചെയ്തില്ലേ. കണ്ട ഇത് പൊട്ടിക്കണണ്ട. കഴിഞ്ഞിട്ടില്ലാട്ടാ. ഞാൻ പോണല്ല ഒരു വഴിക്കൂടെ വന്നു. ഉണ്ടാ ഇതൊക്കെ വേണ്ട കായലും ഇതൊക്കെ പൊടിച്ചൊന്നുമില്ല. കണ്ട അതെ ഒക്കെ വേണ്ട കായ പൊടിച്ചാന്ന് നിർത്താം. ഇന്നത്തെ ഉടുപ്പാ കൊടയിരിക്കുമ്പോഴുള്ള സുഹൃത്തുക്കളെ, ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടാ. കൊടയിരിക്കുമ്പോൾ മാത്രമല്ല, ഇവിടെ ആവശ്യക്കാർ വന്നാൽ ആവശ്യക്കാർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ സത്യമാണ് ലോകം അറിയേണ്ടത്. എന്താ ഈ സത്യം ലോകം അറിയണം. ഈ വെണ്ടത്തോട്ടത്തിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. ഇന്നത്തെ സഞ്ചാരം വെണ്ടത്തോട്ടത്തിൽ കൂടെയും
കുമ്പളം, മത്ത, പടവലം, ആ തോട്ടത്തിൽ കൂടെയാണ് ഞാൻ പോണേ. എന്താ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇത് കാണണം. അതറിയാൻ പറ്റാത്ത കണ്ട ഇത് കണ്ട വേണ്ടാതെ 10 ദിവസം വേണ്ടാതെ 5 ദിവസം കൂടി കഴിഞ്ഞാൽ ഉത്സവമായി. കണ്ട സുഹൃത്തുക്കളെ, വെണ്ടക്കായ പൊട്ടിക്കൽ ഇന്നത്തെ നിർത്തി, അവസാനിപ്പിച്ചു. പൊട്ടിക്കാനുണ്ട്, പക്ഷേ വെയിലിൻ്റെ ചൂട് കൊണ്ടേ ചോർന്നിട്ട് ബല്ല നിർത്തുക.